ഹായ്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോവാട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ സ്ഥലത്തിൻ്റെ പേരില്ലെന്ന് പേരൊക്കെ ഉണ്ട്, ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് ദൂരം കൂടുതൽ നടക്കാനുണ്ട്. KSRTCക്കാണ് കേട്ടോ പോണത്. ഞാനില്ലേ ഇപ്പോൾ എവിടെയെങ്കിലും പോകണ്ടെങ്കിലൊക്കെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. എനിക്കിഷ്ടമല്ല ഓടിപ്പൊടിച്ച് പോണ കാര്യം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ബസ് കിട്ടാതിരുന്നിട്ടില്ല ഇതുവരെ. എങ്ങനെ ബസ് ഇല്ലാണ്ടായാലുള്ള പ്രശ്നങ്ങളുള്ളൂ, അതെനിക്ക് ബസ് കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പോയപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോസ്റ്റായിരുന്നു. ഇവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ കാരണം വൈകിയാണ് ബസ് വന്നത്. 8:45 ബസ് വന്നത്. കുറച്ച് ദിവസം നല്ല മഴയില്ല, പക്ഷെ ഇന്ന് അധികം മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് പോക്കും വരെ എളുപ്പമായിരുന്നു. പോണ സ്ഥലം പറഞ്ഞില്ലല്ലോ, പോണത് ചാലക്കുടിക്കാണ് കേട്ടോ. 38 രൂപ പോയിന്റ് ഉണ്ട് ഇവിടുന്ന് ചാലക്കുടിക്ക്. ബസ്സിൽ കയറി കുറച്ച് നേരം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെയിലൊക്കെ വന്നു. സന്തോഷമായി, കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടൂല. ബസ് മറ്റൂരെത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് കടന്ന് പോകുന്നത്. കാറിനൊക്കെ വന്ന പണി കിട്ടും. ബൈക്കൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വരാം. പക്ഷെ കാറ് വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കലുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ പറയണവര് എറണാകുളത്തേക്കൊക്കെ വന്നവര് കുറച്ച് നേരത്തെ വീട്ടിൽ 1 മണിക്കൂറൊക്കെ മുമ്പ് നേരത്തെ ഇറങ്ങിയാലാണ് കറക്റ്റ് സമയത്ത് നമുക്ക് സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കട്ടെ എല്ലാവരും. അത് ഞാൻ അങ്കമാലി എത്തി. അങ്കമാലി സ്റ്റാൻഡ് അതിൽ വലിയ ദുരന്തമാണ്. മൊത്തം വെള്ളം, നടുക്കൊരു കുഴി, കുളങ്കര കളിക്കില്ല നമ്മൾ. അമ്മാതിരി വലിയ കുഴിയിൽ വെള്ളം നിറച്ച്. പിന്നെ ഈ തൊട്ടിലിട്ട് ആടുന്ന മാതിരിയുള്ള ആട്ടം. പിള്ളേരൊക്കെ ബസ്സിൽ തൊട്ടിലിട്ട് കയറുന്ന പണ്ട് ഉറങ്ങി കിട്ടും. അമ്മാതിരി ആട്ടാ ബസ്സിൽ കിടന്നാറുന്നത്. പിന്നെ കുറേ പട്ടികളും. കുളങ്കര കളിക്കാൻ ആൾക്കാരൊന്നും വേണ്ട, പട്ടികളെ വെച്ച് കുളങ്കര കളിക്കാം. അമ്മാതിരി പട്ടികളുണ്ട് ആ സ്റ്റാൻഡിൽ തന്നെ. ഇതൊന്നും ആരും കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. ഉള്ള സൗകര്യങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടു നടന്നാലുള്ള കാര്യമുള്ളൂ. ഇത് തന്നെ അത് നോക്കണില്ല. പിന്നെയും വികസനം എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. ഇതിൻ്റെ പേരിൽ ആരും എന്നെ പൊങ്കാലിടൊന്നും നിൽക്കണ്ട. പിന്നെ ഈ ബ്ലോക്ക് കഴിഞ്ഞ് പിന്നെ ചാലക്കുടിയിലെത്തി. ചാലക്കുടി ഞാൻ ബാങ്കിലൊക്കെ പോയത്. ബാങ്കിലെ കാര്യങ്ങളൊക്കെ നിർത്തി അങ്ങനെ തിരിച്ച് പോന്ന്. പിന്നെ അങ്കമാലി എത്തിയപ്പോൾ എനിക്ക് ഒടുക്കത്തെ വിശപ്പ്. ഞാൻ രാവിലെ കുറച്ച് ചോറുന്നുണ്ട് വെള്ളം. എന്നിട്ട് പിന്നെ ചായയും പഴംപൊരി കഴിച്ചു. പഴംപൊരിയൊക്കെ മോശം, തണുത്ത് ഐസും കട്ട പോലെ പഴംപൊരി ഇരുന്നേട്ടാ. അത് ചൂടാക്കി തരാനൊന്നും അവിടെ ആരും ഉണ്ടായില്ല. പിന്നെ എനിക്ക് വിശപ്പുള്ളതുകൊണ്ട് ബസ്സിന് വേഗം പോകുന്നതുകൊണ്ട് ഞാൻ വേഗം കഴിച്ച് അവിടെ നിന്ന് പൈസ കൊടുത്ത് ഞാൻ ഇറങ്ങി. പിന്നെ അവിടെ നിന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ കാലടിക്ക് ബസ് കയറി. കാലടിയിൽ നിന്ന് പാർക്കത്തേക്ക് ബസ് കിട്ടി. അങ്ങനെ പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടിക്കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി വരാൻ പറ്റിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോകളൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.